ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കോണിക് സെക്ഷൻ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 4 കോണിക്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സർക്കിൾ, പരാബള, എലിപ്സ്, ഹൈപ്പർബള. അതിൽ സർക്കിളിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. സർക്കിളിൻ്റെ ഇക്വേഷന്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ്. എങ്കിലിനി രണ്ടാമത്തതിലേക്ക് വരിക, പരാബളയിലേക്ക്. എന്താണ് പരാബള? നോക്ക്, പാര മീൻസ് ഫോർ, ബോള മീൻസ് ത്രോയിങ്, ദെൻ പരാബള മീൻസ് ഫോർ ത്രോയിങ്. നമുക്കറിയാം, ദ പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ ഈസ് എ പരാബള. നമ്മളൊരു കല്ലിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് പോകുന്ന ആ പാത്ത് അതെന്തായിരിക്കും? ഒരു പരാബളിക് ഷേപ്പ്. അതാണ് ഫോർ ത്രോയിങ് എന്നുള്ളതിൽ നിന്നാണ് ഈ പരാബള എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തത്. നമുക്കതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷനിലേക്ക് വരാം. നമുക്കറിയാം, ഒരു കോണിനെ ആൽഫ ഈക്വൽ ടു ബീറ്റ ആവത്തക്ക രൂപത്തിൽ കട്ട് ചെയ്യുന്ന ആംഗിളും അതിൻ്റെ കോണിൻ്റെ ജനറേറ്റർ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയും ബീറ്റയും ഈക്വൽ ആകുമ്പോഴാണ് അത് പരാബളയാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്താ? നമ്മൾ സർക്കിളിനൊരു ഡെഫിനിഷൻ പറഞ്ഞില്ലേ? അതെന്തായിരുന്നു? ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് നിശ്ചിത അകലത്തിൽ വരുന്ന പോയിന്റുകളുടെ കളക്ഷനെയാണ് സർക്കിൾ എന്ന് പറയുന്നത്. A circle is the set of all points which are at a fixed distance from a fixed point. ആ ഫിക്സഡ് പോയിന്റ് നമ്മൾ ആ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയും. ആ ഫിക്സഡ് ഡിസ്റ്റൻസിന്, കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസിന് നമ്മൾ ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയും. ഇതുപോലെ പരാബളയുടെ ഡെഫിനിഷൻ എന്താ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. A parabola is the set of all points in a plane which are equidistant from a point and a line. സർക്കിള് ഒരു പോയിന്റിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പരാബളയിൽ ഒരു പോയിന്റും പറയുന്നുണ്ട്, ഒരു ലൈനും പറയുന്നുണ്ട്. ആ പോയിന്റിൽ നിന്നും ലൈനിൽ നിന്നും തുല്യ അകലത്തിൽ വരുന്ന പോയിന്റുകൾ ഞാനത് ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. ഒരു ഫിക്സഡ് പോയിന്റ്, അതിന് പേര് പറയുക ഫോക്കസ് എന്നാ പറയാം. അതുപോലെ ഒരു ഫിക്സഡ് ലൈൻ, അതിന് പറയുക ഡയറക്ട്രിക്സ് എന്നാ പറയുക. ഡയറക്ട്രിക്സ് ഈ പോയിന്റിൽ നിന്നും ഈ ലൈനിൽ നിന്നും തുല്യ അകലത്തിൽ വരുന്ന പോയിന്റുകളുടെ കളക്ഷൻ, ദാറ്റ് ഈസ് കാൾഡ് പരാബള. നോക്കി, ഈ ഫോക്കസിൽ നിന്ന് പരാബളയിലേക്കുള്ള ദൂരവും പരാബളയിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ദൂരവും എല്ലായിടത്തും സെയിം ആയിരിക്കും. ഫോക്കസിനെ എഫ് എന്നും പരാബളയിലെ പോയിന്റിനെ പി എന്നും ഡിനോട്ട് ചെയ്താൽ ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ലെറ്റ് ഇറ്റ് ബി പി എം. അങ്ങനെയാണെങ്കിൽ ഒരു പരാബളയിൽ എല്ലായിടത്തും എഫ് പി ഈസ് ഈക്വൽ ടു പി എം ആയിരിക്കണം. എന്താ പറഞ്ഞ്? ഫോക്കസിൽ നിന്ന് പരാബളയിലേക്കും പരാബളയിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. പരാബളയിലെ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റ് ഫോക്കസിൽ നിന്നും ഈ ലൈനിൽ നിന്നും ഇക്വിഡിസ്റ്റൻ്റ് ആയിരിക്കും. Then what is a parabola? A parabola is the set of all points which are equidistant from a fixed point called focus and a fixed line called directrix. FP is equal to PM. ഇതാണ് ഒരു പരാബളയുടെ ഡെഫിനിഷൻ. ഇതാണ് ആ പരാബളിക് ഷേപ്പ്. ഓക്കെ, എന്നാൽ ശരി, നമുക്കിവിടെ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന് ഈ ഫിക്സഡ് പോയിന്റ്, അതിന് പേര് പറഞ്ഞു ഫോക്കസ്. മറ്റൊന്ന് ഈ ഫിക്സഡ് ലൈന്, അതിനൊരു പേര് പറഞ്ഞു നമ്മൾ ഡയറക്ട്രിക്സ് എന്ന്. എങ്കിൽ ഈ പറയുന്ന ഫോക്കസിലൂടെ ഈ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അതിന് പറയുന്ന പേരാണ് ആക്സിസ് ഓഫ് ദ പരാബള. എന്താ പറയുക? ആക്സിസ് ഓഫ് ദ പരാബള. നമ്മളുടെ ആക്സിസും പരാബളയും തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ്, ദാറ്റ് ഈസ് കാൾഡ് വെർട്ടെക്സ്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ പരാബള വിത്ത് ദ ആക്സിസ് ഈസ് കാൾഡ് വെർട്ടെക്സ്. അപ്പം 4 ടേമുകൾ പരിചയപ്പെടണം.
ഒരു ഫിക്സഡ് പോയിന്റ്, ഒരു ഫിക്സഡ് ലൈന്. ആ ഫിക്സഡ് പോയിന്റിൽ നിന്നും ഫിക്സഡ് ലൈനിൽ നിന്നും ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് തുല്യ അകലത്തിൽ വരുന്ന പോയിന്റുകളെ ചേർത്ത് വെച്ചാൽ കിട്ടുന്നതാണ് പരാബോള. ആ ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ്. ഈ ഫിക്സഡ് ലൈനിന് പറയുന്ന പേരാണ് ഡയറക്ട്രിക്സ്. ഈ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോക്കസിലൂടെ വരക്കുന്ന ഈ ലൈനിനെയാണ് ആക്സിസ് ഓഫ് ദ പരാബോള എന്ന് പറയുന്നത്. ഈ പറയുന്ന ആക്സിസ് ഓഫ് ദ പരാബോളയും നമ്മളുടെ പരാബോളയും തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിനാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പരാബോള എന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്കിൽ നമുക്ക് ഈ കാണുന്ന പരാബോളയുടെ ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പരാബോള. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പരാബോള. നമ്മൾ പരാബോളയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോമുകളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫോക്കസ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. ഇത് ഡയറക്ട്രിക്സ്, ഇത് ഫോക്കസ്. ഫോക്കസ് ഈസ് എ പോയിന്റ് ഓൺ പോസിറ്റീവ് എക്സ് ആക്സിസ്, വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ. അപ്പോൾ ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിസ് ഒറിജിനിലാണ് വെർട്ടെക്സ്. എങ്കിൽ അങ്ങനെയുള്ള ഒരു പരാബോളയുടെ ഇക്വേഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയുള്ള പരാബോള? ഫോക്കസ് ഓൺ പോസിറ്റീവ് എക്സ് ആക്സിസ്, വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ. ഈ കാണുന്ന പരാബോളയുടെ ഇക്വേഷൻ എന്താന്ന് നോക്കാം. നമുക്ക് എക്സ് ആക്സിലെ പോയിന്റ് ആകുമ്പോൾ ഈ ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് A0 എന്നെടുക്കാം. എനി പോയിന്റ് ഓൺ എക്സ് ആക്സിസ് ഇറ്റ്സ് വൈ കോർഡിനേറ്റ് ഇസ് 0. കുട്ടികളെ, ഈ പറയുന്ന വെർട്ടെക്സ് നമ്മളുടെ പരാബോളയും ആക്സിസും തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ്, അത് പരാബോളയിലെ പോയിന്റാണ്. എന്താ പരാബോളയുടെ ബേസിക് ഡെഫിനിഷന്? ഫോക്കസിൽ നിന്ന് പരാബോളയിലേക്കും പരാബോളയിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ലെങ്ത് എ ആണെങ്കിൽ ഒറിജിനിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും എ ആയിരിക്കണം. ഇങ്ങോട്ട് പ്ലസ് എ ആണെങ്കിൽ ഇങ്ങോട്ട് മൈനസ് എ ആയിരിക്കണം. അഥവാ ഈ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷന് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എ എന്നായിരിക്കും. ഇങ്ങോട്ട് പ്ലസ് എ, ഫോക്കസിൽ നിന്ന് പരാബോളയിലേക്കും പരാബോളയിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഈ ലെങ്ത് പ്ലസ് എ ആണെങ്കിൽ ഇങ്ങോട്ട് മൈനസ് എ. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എ. ഓക്കെ, എങ്കിലും നമുക്കറിയാം പി എന്ന് പറയുന്നത് ഈ പരാബോളയിൽ ഒരു ആർബിട്രറി പോയിന്റ് ആയിട്ട് എടുക്കാം നമുക്ക്. എങ്കിലും നമ്മൾ പഠിച്ചുള്ള ബേസിക് ഡെഫിനിഷന് എഫ് പി ഈസ് ഈക്വൽ ടു പി എം ആയിരിക്കണം. ഫോക്കസിൽ നിന്ന് പരാബോളയിലേക്കും പരാബോളയിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം. അല്ല കുട്ടികളെ, എഫ് പി എന്ന ലെങ്ത് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കാണാം. എന്താണ് എഫ് പി എന്ന് പറയുന്നത്? എഫ് പി ഈസ് ഈക്വൽ ടു എഫിൻ്റെ കോർഡിനേറ്റ്സ് A0, പിയുടെ കോർഡിനേറ്റ്സ് XY. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എഫ് പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 0 ഹോൾ സ്ക്വയർ. അതാണ് എഫ് പി എന്ന് പറയുന്ന ലെങ്ത് ഡിസ്റ്റൻസ് ഫോമിൽ വെച്ച്. ഇനി പി എമ്മിൻ്റെ ലെങ്ത് കാണണം. നോക്കൂട്ടില്ലേ, ഈ കാണുന്ന പിയുടെ കോർഡിനേറ്റ്സ് XY ആണ്. അതിനർത്ഥം ഇങ്ങനെ ഒരു ഡോട്ടർ ലൈൻ ഇട്ടാൽ ഇതാണ് എക്സ് എന്ന് പറയുന്ന ലെങ്ത്, ഇതാണ് വൈ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പി എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് XY. പിയുടെ എക്സ് കോർഡിനേറ്റ് ഈ ലെങ്ത് എക്സ്, പിയുടെ വൈ കോർഡിനേറ്റ് ഈ ലെങ്ത് വൈ. അപ്പോൾ നോക്കണം, എനിക്ക് പി എമ്മിൻ്റെ ലെങ്ത്താണ് അറിയേണ്ടത്. അല്ല, ഈ പി എം എന്ന് പറയുന്ന ലെങ്ത്തും ഈ കാണുന്ന ലെങ്ത്തും ഈക്വൽ അല്ലേ?
ഈ രണ്ട് ലെങ്ത്തുകൾ ഈക്വൽ അല്ലേ? അപ്പോൾ പി എമ്മിൻ്റെ ലെങ്ത്ത് കാണാൻ ഈ ലെങ്ത്ത് എടുത്താൽ മതി അല്ല. എന്താണ് ഈ ലെങ്ത്ത്? ഒറിജിനിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ലെങ്ത്ത് എ ആണ്, പിന്നെ ഈ കാണുന്ന ലെങ്ത്ത് എക്സ് ആണ്. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത്ത് എക്സ് പ്ലസ് എ ആണ്. ഇത് എക്സ്, ഇത് എ. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത്ത് എക്സ് പ്ലസ് എ. ഒരിക്കലും കൂടെ പറയാം, പി എം എന്നുള്ള ലെങ്ത്ത് കാണുന്നതിന് പകരം നമ്മൾ ഈ ലെങ്ത്ത് എടുത്താൽ മതി. ഈ കാണുന്ന ലെങ്ത്ത് പിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് ഇത്. ഇത് ഒറിജിനിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അത് എ ആണ്. അപ്പോൾ ഈ കാണുന്ന ടോട്ടൽ ലെങ്ത്ത് എക്സ് പ്ലസ് എ ആണ്. അപ്പോൾ നമുക്ക് പറയാം പി എം ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എ. മോഡുലസ് കൊടുക്കുക പോസിറ്റീവായിട്ട് കിട്ടാൻ. ഡിസ്റ്റൻസ് ഈസ് ആൾവേസ് ടേക്കൺ ആസ് പോസിറ്റീവ്. നമ്മൾ പരാബോളയുടെ ഡെഫിനിഷൻ പറഞ്ഞു, എഫ് പി ഈസ് ഈക്വൽ ടു പി എം. എങ്കിൽ ആ ഡെഫിനിഷൻ പ്രകാരം എഫ് പി ഈസ് ഈക്വൽ ടു പി എം. അതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ് വാട്ട് ഈസ് എഫ് പി? റൂട്ട് ഓഫ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ എന്ന് പറയേണ്ട വൈ സ്ക്വയർ ഈക്വൽ ടു പി എം, ദാറ്റ് ഈസ് എക്സ് പ്ലസ് എ. രണ്ട് സൈഡൊന്ന് സ്ക്വയർ ചെയ്ത് എന്നാൽ പിന്നെ ആ റൂട്ടം കൊടുവാം. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ. എങ്കിൽ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷന് എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ, പിന്നെ അവിടെ വൈ സ്ക്വയർ ഉണ്ട്. റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേ, എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ. അപ്പോൾ രണ്ട് സൈഡിലെയും എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, രണ്ട് സൈഡിലെയും എ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ഇനി അവിടെ എന്താ ബാക്കിയുള്ളത് പറഞ്ഞു കുട്ടികളെ? ലെഫ്റ്റ് സൈഡിൽ മൈനസ് 2ax പ്ലസ് വൈ സ്ക്വയർ, റൈറ്റ് സൈഡിൽ 2ax. ഈ മൈനസ് 2ax കൂടെ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ പ്ലസ് 2ax ആവും. ഓൾറെഡി റൈറ്റ് സൈഡിൽ എന്തുണ്ട്? 2ax ഉണ്ട്. 2ax പ്ലസ് 2ax ദാറ്റ് ഈസ് 4ax. ഇതാണ് നമ്മൾ ഈ കാണുന്ന പരാബോളയുടെ ഇക്വേഷൻ. എല്ലാ പരാബോളയുടെ ഇക്വേഷൻ ഇതല്ല, ഈ കാണുന്ന പരാബോളയുടെ. എന്താണ് ഈ കാണുന്ന പരാബോളയുടെ പ്രത്യേകത? ഫോക്കസ് ഓൺ പോസിറ്റീവ് എക്സ് ആക്സിസ്, വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ. അങ്ങനെയുള്ള പരാബോളയുടെ ഇക്വേഷനാണ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax, where a0 is the focus of the parabola, vertex at the origin. ഓക്കെ, ഈ ഡെറിവേഷൻ ഒന്നും നിങ്ങൾ ബൈഹാർട്ടാക്കേണ്ട ആവശ്യമില്ല, ഈ റിസൾട്ട് പഠിച്ചു വെച്ചാൽ മതി. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള വിത്ത് വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ ആൻഡ് ഫോക്കസ് അറ്റ് a0. ഫോക്കസ് a0യിലും വെർട്ടെക്സ് ഒറിജിനിലും വരുന്ന ഈ പരാബോളയുടെ ഇക്വേഷനാണ് വൈ സ്ക്വയർ ഈക്വൽ ടു 4ax. മനസ്സിലായല്ലോ? എങ്കിൽ നമുക്ക് 4 ടൈപ്പ് സ്റ്റാൻഡേർഡ് ഫോംസ് ഓഫ് പരാബോള പഠിക്കാനുണ്ട്. ആ 4 കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം, നോക്കാം. സ്റ്റാൻഡേർഡ് ഫോംസ് ഓഫ് പരാബോള. സ്റ്റാൻഡേർഡ് ഫോംസ് ഓഫ് പരാബോള. അതിൽ ഒന്നാമത്താണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax. എന്താണ് ഈ പരാബോളയുടെ പ്രത്യേകത? നമ്മൾ പറഞ്ഞു ഫോക്കസ് ഓൺ പോസിറ്റീവ് എക്സ് ആക്സിസ്, വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ. അപ്പോൾ ആ പരാബോളയുടെ ഫോം അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ വലത്തോട്ട് തുറന്നു നിൽക്കുന്ന പരാബോള, അതിൻ്റെ ഫോക്കസ് a0, അതിൻ്റെ ഡയറക്ട്രിക്സ് അത്രയും ലെങ്ത്തിലൂടെ പുറകിലേക്ക്, എക്സ് ഈസ് ഈക്വൽ ടു -a, വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ. അപ്പം നമുക്ക് ഈ കാണുന്ന പരാബോളയുടെ പ്രത്യേകതകളെല്ലാം ഒന്ന് എഴുതാം. എന്തെല്ലാം എഴുതാം? വെർട്ടെക്സ് 0 0, ഫോക്കസ് a0, axis is along x-axis, axis is along x-axis, equation to the directrix, equation to the directrix, x is equal to -a.
അപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് കേൾക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ വരണം. ഒന്നാമത് ആ പരാബോള ഇങ്ങനെ വലത്തോട്ട് തുറന്നു നിൽക്കുന്നത്, അതിൻ്റെ വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ. നമ്മൾ പഠിക്കുന്ന എല്ലാ സ്റ്റാൻഡേർഡ് ഫോമുകളുടെയും വെർട്ടെക്സ് ഒറിജിനിലാണ്. ഫോക്കസ് A0, ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ്, ഇക്വേഷൻ ടു ദ ഡയറക്ട്രിക്സ് x ഈസ് ഈക്വൽ ടു -a. അതാണ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax. ഇനി ഈ കാണുന്ന പരാബോളയെ നമ്മൾ നേരെ ഒന്നിങ്ങോട്ട് തിരിച്ചിട്ടാണ്, എന്ന് വെച്ചാൽ ഓപ്പൺ ടു ദ ലെഫ്റ്റ് സൈഡ് ആയാൽ ആ പരാബോളയുടെ ഇക്വേഷന് y സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ax എന്നായിട്ട് മാറും. ഇത് y സ്ക്വയർ ഈക്വൽ ടു 4ax. ഇനി പറയാൻ പോകുന്ന y സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ax. എന്ത് വ്യത്യാസം വരെ അറിയോ? പരാബോള നേരെ ഇങ്ങോട്ട് ഇടത്തോട്ട് തുറന്നു നിൽക്കും. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എങ്കിൽ ആ പരാബോളയുടെ ഷേപ്പ് കണ്ടോ? നേരെ കിട്ടോ ഇടത് ഭാഗത്തേക്ക്, ഓപ്പൺ ടു ദ ലെഫ്റ്റ് സൈഡ്, ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ ഫോക്കസ് നേരത്തെ ഫോക്കസ് ഓൺ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിരുന്നു, ഇവിടെ ഫോക്കസ് ഓൺ നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്ന ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് A0 അല്ല, -A0. പിന്നെ വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ. ഇനി ഇക്വേഷൻ ടു ദ ഡയറക്ട്രിക്സ് ഇത്രയും ലെങ്ത് പുറകിലേക്ക്, ഇങ്ങോട്ട് x ഈക്വൽ ടു -a വരുമെങ്കിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ x ഈസ് ഈക്വൽ ടു a. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന പരാബോളയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ എഴുതാം? വെർട്ടെക്സ് 0 0, ഫോക്കസ് -a0, ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ്. പരാബോള വലത്തോട്ടായാലും ഇടത്തോട്ടായാലും ആക്സിസ് എക്സ് ആക്സിസ് ആണ്. ഓക്കെ, ഇനി വലത്തോട്ടാകുമ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിസ്, നെഗറ്റീവ് അങ്ങോട്ടാകുമ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറയേണ്ട. വാട്ട് ഈസ് ആക്സിസ്? ദ ലൈൻ പാസിംഗ് ത്രൂ ദ ഫോക്കസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഈ ലൈൻ, അത് വലത്തോട്ടും ഇടത്തോട്ടും ഒരുപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസിലും ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ ഇക്വേഷൻ ടു ദ ഡയറക്ട്രിക്സ് x ഈസ് ഈക്വൽ ടു a. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കോ. y സ്ക്വയർ ഈക്വൽ ടു 4ax ആകുമ്പോൾ ഫോക്കസ് A0-യിലാണെങ്കിൽ y സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ax ആകുമ്പോൾ ഫോക്കസ് -A0-യിൽ. ഫോക്കസ് A0-യിൽ വരുമ്പോൾ ഇക്വേഷൻ ടു ദ ഡയറക്ട്രിക്സ് x ഈക്വൽ ടു a. ഫോക്കസ് -A0-യിലാകുമ്പോൾ ഇക്വേഷൻ ടു ദ ഡയറക്ട്രിക്സ് x ഈക്വൽ ടു a. ഇതിലെല്ലാം വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ ആണ്, ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ രണ്ട് പരാബോളകൾ, ഒന്ന് y സ്ക്വയർ ഈക്വൽ ടു 4ax, സെക്കൻഡ് വൺ y സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ax. ഇനി നമ്മൾ രണ്ടെണ്ണം കൂടെ പരിചയപ്പെടാറുണ്ട്. അത് ഫോക്കസ് ഓൺ വൈ ആക്സിസ് വരുന്നത്, ഒന്ന് ഫോക്കസ് ഓൺ പോസിറ്റീവ് വൈ ആക്സിസ്, സെക്കൻഡ് വൺ ഫോക്കസ് ഓൺ നെഗറ്റീവ് വൈ ആക്സിസ്. അങ്ങനെ രണ്ടും 4 എണ്ണം വരും. എന്നാൽ ആ രണ്ടെണ്ണത്തിൻ്റെ ഇക്വേഷൻ നോക്കാം നമുക്ക്. ശരി, മൂന്നാമത്തത് x സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay. നേരത്തെ പറഞ്ഞത് y സ്ക്വയർ ഈക്വൽ ടു 4ax എന്നായിരുന്നു, ഫോക്കസ് ഓൺ പോസിറ്റീവ് എക്സ് ആക്സിസ് വരുമ്പോൾ. ഇവിടെ നേരെ തിരിച്ച് x സ്ക്വയർ ഈക്വൽ ടു 4ay. അങ്ങനെ വരുമ്പോൾ ഇതങ്ങനെയാ വരിക, ഫോക്കസ് ഓൺ പോസിറ്റീവ് വൈ ആക്സിസ്, ഇവിടെയാണ് ഫോക്കസ്. എങ്കിൽ ആ പരാബോളയുടെ ഷേപ്പ് നോക്കിക്കോ. പാസിംഗ് ത്രൂ ദ ഒറിജിൻ. നമ്മൾ പറയുന്ന എല്ലാ പരാബോളയുടെയും വെർട്ടെക്സ് അറ്റ് ദ ഒറിജിനാണ്. ഫോക്കസ് വൈ ആക്സിസിലെ പോയിന്റാണ്. വൈ ആക്സിസിലെ പോയിന്റ് ആകുമ്പോൾ ആ ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് നമ്മൾ എടുക്കുക
0a എന്നാണ്. പോസിറ്റീവ് വൈ ആക്സൽ ആയതുകൊണ്ട് 0a. ഇനി നേരെ താഴെ വരും, അപ്പോൾ 0 മൈനസ് എന്ന് കൊടുക്കും. ഓക്കെ, അങ്ങനെ ഫോക്കസ് 0aയിലാണെങ്കിൽ അതിൻ്റെ ഡയറക്ട്രിക്സ് ഇതാണ്. ഡയറക്ട്രിക്സ് എന്താ അതിൻ്റെ പ്രത്യേകത? ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു -a. ഫോക്കസ് 0aയിലാവുമ്പോൾ ഡയറക്ട്രിക്സ് y ഈസ് ഈക്വൽ ടു -a. അപ്പോൾ ഈ പരാബോളയുടെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞ് വെർട്ടെക്സ് 0 0, ഫോക്കസ് 0a, ആക്സിസ് ഈസ് അലോങ് y axis, equation to the directrix y is equal to -a. ഇതാണ് മൂന്നാമത്തത്. ഇതിൻ്റെ ഇക്വേഷൻ ഇതാണെന്ന് ഞാനങ്ങ് പറഞ്ഞതാ. വേണമെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം. എങ്ങനെയാണോ ഞാൻ നേരത്തെ പരാബോളയുടെ ഇക്വേഷൻ പ്രൂവ് ചെയ്ത് അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഫോക്കസിൽ നിന്ന് പരാബോളയിലേക്കും പരാബോളയിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. FP = PM എന്നുള്ള കണ്ടീഷൻ വെച്ച് ചെയ്താൽ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചെന്നില്ലേ, ബാക്കി അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് ഒരിക്കൽ കണ്ടാൽ മതി. ഈ റിസൾട്ടുകൾ നന്നായിട്ട് ബൈഹാർട്ടാക്കിക്കോ. ഇനി നാലാമത്തെ പരാബോളയിലേക്ക് വരിക. ഫോക്കസ് ഓൺ നെഗറ്റീവ് വൈ ആക്സിസ്. അപ്പോൾ പരാബോളയ്ക്ക് എന്ത് സംഭവിക്കും? ഓപ്പൺ ഡൗൺവാർഡ്സ്, പരാബോള താഴേക്കായിട്ട് മാറും. അതിൻ്റെ ഇക്വേഷൻ ഇത് x² = 4ay ആണെങ്കിൽ ഇത് x² = -4ay. x² = -4ay. അപ്പോൾ പരാബോള ഓപ്പൺ ഡൗൺവാർഡ്സ് ആയിരിക്കും. അതിൻ്റെ ഡയഗ്രം ഇങ്ങനെ: x ആക്സിസ്, y ആക്സിസ്, പരാബോള. ഇതാണ് ആ പരാബോള. ഓപ്പൺ ഡൗൺവാർഡ്സ്, ഫോക്കസ് ഓൺ നെഗറ്റീവ് x ആക്സിസ്. അപ്പോൾ കുട്ടികൾ അതിൻ്റെ ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? അതിൻ്റെ ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ 0a ആണെങ്കിൽ ഇവിടെ 0 -a. അപ്പോൾ അതിൻ്റെ ഡയറക്ട്രിക്സോ ഇതാണ് അതിൻ്റെ ഡയറക്ട്രിക്സ്. ഇത് y ഈസ് ഈക്വൽ ടു -a, താഴേക്ക് വരും. മുകളിലാവുമ്പോൾ അത് y ഈസ് ഈക്വൽ ടു a. അപ്പോൾ x² = -4ab പ്രത്യേകതകൾ പറഞ്ഞ്: വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ, ഫോക്കസ് 0 -a, ആക്സിസ് ഈസ് along y axis, equation to the directrix y is equal to a. ഈ ബോർഡിൽ എഴുതിയ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ ബൈഹാർട്ടായിരിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ? y² = 4ax is a parabola open to the right side. y² = -4ax open to the left side. x² = 4ay open upwards. x² = -4ay open downwards. പരാബോള വലത്തോട്ടാണെങ്കിൽ ഫോക്കസ് A0, പരാബോള ഇടത്തോട്ടാണെങ്കിൽ ഫോക്കസ് -A0, പരാബോള മുകളിലാക്കാണെങ്കിൽ ഫോക്കസ് 0a, പരാബോള താഴേക്കാണെങ്കിൽ ഫോക്കസ് 0 -a. ഈ പറയുന്ന 4 പരാബോളകളുടെയും വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ. ഇതിൽ y² = 4ax-ലും y² = -4ax-ലും ആക്സിസ് ഈസ് അലോങ് x ആക്സിസ്. x² = 4ay, x² = -4ay, അതിൽ രണ്ടിലും ആക്സിസ് ഈസ് അലോങ് y ആക്സിസ്. ഇനി ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ്. ഫോക്കസ് A0 ആകുമ്പോൾ ഡയറക്ട്രിക്സ് x = -a. ഫോക്കസ് -A0 ആകുമ്പോൾ ഡയറക്ട്രിക്സ് x = a. ഫോക്കസ് 0a ഡയറക്ട്രിക്സ് y = -a. ഫോക്കസ് 0 -a ഡയറക്ട്രിക്സ് y = a. അപ്പോൾ ഈ 4 ഇക്വേഷനും ആ 4ൻ്റെയും ഡയഗ്രത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ബൈഹാർട്ടാക്കിയിരിക്കണം. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് പരാബോളയുടെ തിയറി പാർട്ട് കഴിഞ്ഞു. എന്താണത് പറയാം. പരാബോളയെക്കുറിച്ചൊരു പുതിയ ടേം പരിചയപ്പെടുത്തി തരാൻ പോവുക. ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം എന്താണ്? ലാറ്റസ് റെക്റ്റം കണ്ടോ? ഏതൊരു പരാബോളയുടെയും
ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെൻ്റാണ്. ഫോക്കസിലൂടെ ഇഷ്ടംപോലെ ലൈൻ വരക്കാം. എങ്ങനെ വരക്കണം? പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്, ആ പരാബോളയുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരക്കാം. ഏതിലൂടെ? ത്രൂ ദ ഫോക്കസ്. ലൈൻ മുഴുവൻ വേണ്ട, ലൈൻ സെഗ്മെൻറ്റ് മതി. എൽ എൽ ഡാഷ്, ആ ലൈൻ സെഗ്മെൻറ്റിൻ്റെ എൻഡ് പോയിൻറ്റ്സ് പരാബോളയിലായിരിക്കണം. ദാറ്റ് ഈസ് കാൾഡ് ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം ഈസ് ദ ലൈൻ സെഗ്മെൻറ്റ് എൽ എൽ ഡാഷ് പാസിംഗ് ത്രൂ ദ ഫോക്കസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോക്കസിലൂടെ വരക്കുന്ന എൽ എൽ ഡാഷ് എന്ന ലൈൻ സെഗ്മെന്റ് വിത്ത് എൻഡ് പോയിന്റ്സ് ഓൺ ദ പരാബോള, ദാറ്റ് ഈസ് കാൾഡ് ലാറ്റസ് റെക്റ്റം. എങ്കിലും നമുക്ക് ആ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് ഒന്ന് കണ്ടെത്താം. എങ്ങനെയാ നോക്കിക്കോ. ഈ പരാബോളയുടെ ഡയറക്ട്രിക്സ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ്, ഫോക്കസ് A0 ആണ്. ഈ എൽ എൽ ഡാഷ് എന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത്താണ് ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം. അതിന് നമുക്കൊരു കാര്യം ചെയ്താൽ ഈ എഫ് എൽ എന്നുള്ള ലെങ്ത് കണ്ടുപിടിക്കുക. അതിൻ്റെ ഇരട്ടിയായിരിക്കും ലാറ്റസ് റെക്റ്റം. അല്ല, ഫോക്കസിൽ നിന്ന് പരാബോളയിലേക്കും പരാബോളയിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ലെങ്ത് ഈക്വൽ അല്ലേ? ഫോക്കസിൽ നിന്ന് പരാബോളയിലേക്കും പരാബോളയിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ലെങ്ത് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് എഫ് എൽ ഈസ് ഈക്വൽ ടു എൽ എം ആയിരിക്കണം. എഫ് എൽ ഈസ് ഈക്വൽ ടു എൽ എം. അപ്പോൾ ഈ എഫ് എല്ലിൻ്റെ ലെങ്ത്ത് കാണുന്നതിന് പകരം എൽ എമ്മിൻ്റെ ലെങ്ത്ത് എടുത്താൽ മതി. കുട്ടികളെ, ഇതാണ് ഒറിജിൻ. ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എ ആണ്, ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരവും എ ആണ്. ഒറിജിനിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരവും എ ആണ്, ഒറിജിനിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരവും എ ആണ്. എന്ന് വെച്ചാൽ ഈ കാണുന്ന എൽ എം എന്നുള്ള ലെങ്ത്ത് എന്തായിരിക്കും? 2a ആയിരിക്കും. ഇതും എ ആണ്, ഇതും എ ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 2a ആണ്. അപ്പോൾ എഫ് എൽ ഈസ് ഈക്വൽ ടു 2a ആണ്. എങ്കിൽ അത്രത്തോളം ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ എൽ എൽ ഡാഷ് എന്ന് പറയുന്നത് 2 ടൈംസ് എഫ് എൽ ആയിരിക്കും. 2 ടൈംസ് എഫ് എൽ. അഥവാ എൽ എൽ ഡാഷ് ഈക്വൽ ടു എഫ് എൽ ഈസ് ഈക്വൽ ടു 2a ആണെങ്കിൽ 2FL ഈസ് ഈക്വൽ ടു 2 × 2a 4a ആയിരിക്കും. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം ഈസ് ഈക്വൽ ടു 4a. പഠിച്ചു വെച്ചോ. അത് പരാബോള എങ്ങോട്ട് തിരിഞ്ഞാലും ശരി, വലത്തോട്ടായാലും ഇടത്തോട്ടായാലും മുകളിലേക്കായാലും താഴേക്കായാലും ഒക്കെ എൽ എൽ ഡാഷ് എന്ന ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത്തിന് യാതൊരു മാറ്റവും വരില്ല. അപ്പോൾ ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം ഈസ് ആൾവേസ് 4a. മനസ്സിലായ കാര്യം? ശരി. അപ്പോൾ നമ്മൾ പരാബോളയുമായി ബന്ധപ്പെട്ട ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലം ചെയ്യണം നമുക്ക്. ഇന്ന് നമുക്ക് പേരിന് 1-2 പ്രോബ്ലം ചെയ്യാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ. അതുകൊണ്ട് പരാബോള എന്നുള്ള ടോപ്പിക്ക് തീരും. കോണിക് സെക്ഷനിൽ 4 ഉള്ളത്: സർക്കിള്, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. അതിൽ സർക്കിൾ നമ്മൾ പറഞ്ഞു, പരാബോളയുടെ തിയറി ഇവിടെ പറയുകയാണ്. ഇനി ഒരു ക്ലാസ്സിൽ അതിൻ്റെ പ്രോബ്ലം കൂടെ ചെയ്താൽ പരാബോളയും കഴിയും. അതിന് തുടക്കം എന്നുള്ള നിലക്ക് 1-2 പ്രോബ്ലം നമുക്ക് ഇന്ന് ചെയ്യാം. നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോക്കസ്, axis of the parabola, axis of the parabola, equation to the directrix, equation to the directrix, and length of the lattice rectum, length of the lattice rectum, എല്ലാവരും എഴുതിയ lattice rectum of the following parabolas, of the following parabolas. ഇനി പറയുന്ന പരാബോളകളുടെ ഫോക്കസ്, ആക്സിസ്, ഇക്വേഷൻ ടു ദ ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം, ഇതെല്ലാം കണ്ടെത്താം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: y² ഈസ് ഈക്വൽ ടു 12x. കുട്ടികളെ, ഈ y² ഈക്വൽ ടു 12x എന്ന് പറയുന്നത് y² ഈസ് ഈക്വൽ ടു 4ax എന്ന ഫോമിലാണ്. എന്താണ് y² ഈക്വൽ ടു 4ax എന്ന പരാബോളയുടെ പ്രത്യേകത? അതിന് ചെറിയ സ്കെച്ച് ഇവിടെ വരച്ചു വെക്കണം, നന്നാവും. ഓപ്പൺ ടു ദ റൈറ്റ് സൈഡ്
ഫോക്കസ് ഓൺ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഇക്വേഷൻ വിത്ത് ഡയറക്ട്രിക്സ് എക്സ് ഈക്വൽ ടു മൈനസ് എ. ഇതല്ലേ വൈ സ്ക്വയർ ഈക്വൽ 4ax എന്ന പരാബോളയുടെ പ്രത്യേകത. എങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങൾ ഡിറൈവ് ചെയ്തെടുക്കാം നമുക്ക്. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 12x, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax. അപ്പോൾ 4a ഈസ് ഈക്വൽ ടു 12. ദാറ്റ് മീൻസ് a ഈസ് ഈക്വൽ ടു 3. ഇതിലാകെ അൺനോൺ ആയിട്ട് എ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ച ചോദ്യത്തിനെല്ലാം ഉത്തരമായി. എന്തെല്ലാം ചോദിച്ചത് നമ്മളോട്? ഫോക്കസ് A0 ദാറ്റ്സ് ഈക്വൽ ടു 30. അതാണ് ഈ പരാബോളയുടെ ഫോക്കസ്. പിന്നെ ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ്. ഇക്വേഷൻ ടു ദ ഡയറക്ട്രിക്സ് x is equal to minus a. What is a? 3. അപ്പോൾ x is equal to minus 3. പിന്നെ length of latus rectum 4a. What is 4a? 12. അപ്പോൾ നമ്മൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും ആയില്ലേ നോക്കി. അപ്പോൾ വൈ സ്ക്വയർ ഇസ് ഈക്വൽ 12x എന്ന് കേൾക്കുമ്പോൾ വൈ സ്ക്വയർ ഇസ് ഈക്വൽ 4ax എന്ന ഫോർമുല ഓർമ്മ വരണം. അത് വലത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്ന പരാബോളയാണ് ഫോക്കസ് A0, ഡയറക്ട്രിക്സ് x ഈക്വൽ ടു മൈനസ് എ. 4a ഈസ് ഈക്വൽ ടു 12, a ഈസ് ഈക്വൽ ടു 3. ഫോക്കസ് A0 ഈസ് ഈക്വൽ ടു 30. ആക്സിസ് ഈസ് അലോങ് x ആക്സിസ്. ഇക്വേഷൻ ടു ദ ഡയറക്ട്രിക്സ് x ഈക്വൽ ടു മൈനസ് എ, ദാറ്റ് ഈസ് x ഈക്വൽ ടു മൈനസ് 3. Length of the latus rectum 4a. 4a is equal to 12. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ കഴിയും. ഒരെണ്ണം കൂടെ ചെയ്തു തരാം. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 8x. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 8x. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4ax എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പരാബോള ഓപ്പൺ ടു ദ ലെഫ്റ്റ് സൈഡ് വിത്ത് ഫോക്കസ് മൈനസ് A0 ആൻഡ് ഡയറക്ട്രിക്സ് എക്സ് ഇസ് ഈക്വൽ ടു എ. എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടെത്താം നമുക്ക്. മൈനസ് 8x മൈനസ് 4ax. 4a is equal to 8, a is equal to 2. 4a is equal to 8, a is equal to 2. അങ്ങനെയാണെങ്കിൽ ഫോക്കസ് മൈനസ് A0 മൈനസ് 20. ആക്സിസ് ഈസ് അലോങ് x ആക്സിസ്. Equation to the directrix. Equation to the directrix. X is equal to a. अथवा x is equal to 2. Length of latus rectum 4a. What is 4a? That is equal to 8. അപ്പോൾ ഫോക്കസ് മൈനസ് A0 മൈനസ് 20. ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ്. ഇക്വേഷൻ ടു ദ ഡയറക്ട്രിക്സ് എക്സ് ഈക്വൽ ടു എ, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 2. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4a. 4a ഈസ് ഈക്വൽ ടു 8. മനസ്സിലായല്ലോ? ഇതുപോലെ കൂടുതൽ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ശരി.